അപ്പോൾ ഇവിടെ ഗ്രാഫ് എങ്ങനെ വരിക? -1 എന്നുള്ളത് എക്സ് ആക്സിസിലേക്കായിട്ട് മാറും അല്ലേ? എക്സ് ആക്സിസിലേക്കായിട്ട് മാറും. അപ്പോൾ -1 ഇവിടെ വരും, 1 ഇവിടെ വരും. അപ്പോൾ ഈ പോയിന്റ്സിലൊക്കെ എത്ര അടയാളപ്പെടുത്തണം? π/2, π, 3π/2, 2π, 5π/2 എക്സെട്ര. ഇനി താഴോട്ട് എങ്ങനെ വരും? -π/2, -π, -3π/2, -2π, -5π/2. ഇനി ഇതിൽ പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എ ബി കോസിൻ്റെ ഗ്രാഫിലുണ്ടെങ്കിൽ എ ബി കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൽ ഉണ്ടാവുമോ? ഇല്ല. ബി എ ആണ് കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിൽ ഉണ്ടാവുക. അപ്പോൾ ഏതാ ഉണ്ടാവുക? 0. ഈ പോയിന്റ് ഏതാ? 0, 1 അല്ലേ? പോയിന്റ് 0, 1 0, 1 കോസിൻ്റെ ഗ്രാഫിലുണ്ടെങ്കിൽ ഇവിടെ ഏതാ ഉണ്ടാവുക? 1, 0. ഏതാ പോയിന്റ്? 1, 0. 1, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഏതാ? π/2 0 ഈ പോയിന്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഏതാവും? 0π/2. 0π/2. പിന്നെ പൈയിൽ ഇവിടെ എന്താ പോയിന്റ്? π -1 ആണ് അല്ലേ? അപ്പോൾ -1π എന്നായിരിക്കും പോയിന്റ് വരിക. അപ്പോൾ കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഓരോന്നും നമ്മൾ അടയാളപ്പെടുത്തണം, പോയിന്റ്സ് അടയാളപ്പെടുത്തണം. വാല്യൂസ് നോക്കിയിട്ട് അതേപോലെ അടയാളപ്പെടുത്തുക. π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ എന്താണെന്ന് അറിയാം? 0 ആണെന്ന് അല്ലേ? π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ കോസ് ഇൻവേഴ്സ് 0 അല്ല, കോസ് 0 ആകുമ്പോൾ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? -π/2 എങ്ങനെയാണ്? 0 തന്നെയാണ് അല്ലേ? -π/2 0. അപ്പോൾ ഇവിടെ വരുമ്പോൾ 0 -π/2 എന്നുള്ള പോയിന്റ് അത് ഇതല്ലേ? അപ്പോൾ π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ 0 ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. -πയിൽ -1 ആണ്. അപ്പോൾ -1ൽ -π. അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും? ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വേവി ആയിട്ട് തന്നെയാണ് കിട്ടുക. പക്ഷെ എന്താ ഡിഫറൻസ്? എന്താണ്? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ് എക്സിൻ്റെ മിറർ ഇമേജ് ആണിത്. അതായത് എവിടെ വെക്കണം? മിറർ എവിടെ വെക്കുമ്പോഴാണ് നമുക്ക് കോസ് എക്സ് y = x എന്നുള്ള പോയിന്റ് ഏതാ? ഇത് y = x എന്നുള്ള ലൈൻ ഏതാ? ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് മിറർ വെക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും? ഗ്രാഫ് ഇങ്ങനെ കിട്ടും.